ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് സ്വാഗതം. വിനിതയാണ്. ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം ഒരു വഴിക്ക് പോകാനൊരുങ്ങി നിൽക്കുക കേട്ടോ. ഒരു വഴിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞാൽ ചേച്ചിയുടെ അടുത്തോട്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വാങ്ങി പോവാണ്. ചേച്ചിയുടെ വലിയ മകൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ 1ാം പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി ഉടുപ്പൊക്കെ എടുക്കുകയാണ്. ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതാ ഫുഡ് ഏൽപ്പിച്ചേക്കുകയാണ്. അത് വന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ എത്തിപ്പെടുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും ഉണ്ട്. ഞങ്ങളാകെ ഇത്രയും ആളേ ഉള്ളൂ. ചെറിയ കാര്യത്തിന് കൂടാനും വലിയ കാര്യത്തിന് കൂടാനും ഇത്രയും ടീമാണുള്ളത് കേട്ടോ. അപ്പോൾ വന്നവർ വർത്തമാനം പറയണു. നല്ല മേളമൊക്കെയാണ്. ഇതാണ് കേട്ടോ ചേച്ചിയുടെ വലിയ മോൻ, കണ്ണനുമാണ്. അപ്പോൾ വന്ന് കയറിയത് ഓരോരുത്തർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എത്തുന്നുണ്ട്. ശരിക്കും തിങ്കളാഴ്ചയാണ് പിറന്നാൾ. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കൂടാമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊക്കെ ചെന്നൊന്ന് സമാധാനത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. നേരത്തെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ തലയിൽ ആ ഹെയർ ബാൻഡൊക്കെ വെച്ച് കൊടുത്തു, കിരീടം പോടല്, എന്നിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ടോ. അവൾക്ക് കുട്ടിക്ക് മനസ്സിലായിട്ടോ, മിക്കുവിന് മനസ്സിലായി അവളുടെ എന്തോ ഒരു പരിപാടിയാണ് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കുന്നതിന് മുന്നോടിയായിട്ട് നല്ലോണം ഇരിക്കുന്ന സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. മൊബൈൽ ഉള്ളതുകൊണ്ട് പിന്നെ പണ്ടത്തെ കൂട്ടല്ലല്ലോ, നമുക്ക് ഇഷ്ടം പോലെയാണല്ലോ ഫോട്ടോസൊക്കെ. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെല്ലുകയും പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് ദേഷ്യവും തുടങ്ങുന്നുണ്ട് കേട്ടോ. സോപ്പിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണിത്. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അശോകൻ ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ്. പുള്ളിയുടെ ചേട്ടാനിയന്മാരെല്ലാവരും വന്നിട്ടുണ്ട്, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കേട്ടോ. പിന്നെ ചേച്ചിക്ക് പിന്നെ ഞാനും ആങ്ങളെയും തന്നെയുള്ളൂ. അപ്പം ആങ്ങളയുടെ ഒരു മോൻ പിന്നെ സൗദിയിലാണ്, ആങ്ങള ദുബായിലാണ്, ഒരുത്തൻ കുസാറ്റിൽ പഠിക്കുക. അപ്പോൾ അവർ 3 പേരും ഇല്ല, അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ ചേച്ചിയുടെ ചെറിയ മോൻ ഇവിടെ ഇല്ല, അവൻ കാനഡയിലാണ്. ഇതാണ് കേട്ടോ ചേച്ചിയും ചേട്ടനും കൊച്ചും കൂടിയാണ് നിൽക്കണേ. അപ്പോൾ അവരൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ കോളൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയമായതുകൊണ്ട് ഞങ്ങൾക്കൊരു വിഷമ മൂഡ് ആ സമയത്തും ഉണ്ട് കേട്ടോ. ആകെ അവിടെയൊക്കെ പ്രശ്നമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിശേഷം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവരും എന്താ അവരെ വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ഇത്ര നേരം കേക്ക് മുറിക്കാതെ നിന്നത്. ഇവരും കൂടെ എത്താനുണ്ടായിരുന്നുള്ളൂ. ഇത് മഞ്ചേരിയിലാണ്. ഇത് അശോകൻ ചേട്ടൻ്റെ ഒരു ചേട്ടൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ അവളും കൂടെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം മിക്കു എല്ലാ കാഴ്ചയും ഇങ്ങനെ കണ്ടിരിക്കുക കേട്ടോ. വലിയ ഹാപ്പിയാണ്. കേക്കൊക്കെ കണ്ടപ്പോൾ ഇപ്പം തന്നെ അത് മുറിക്കണം, അതിൻ്റെ പരിപാടികളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉള്ള കൂട്ടാണ്. ഞങ്ങളെന്നിട്ട് പറയുകയാണ്, കുട്ടി തീരെ ചെറുതൊരു വയസ്സാവണേ ഉള്ളെങ്കിലും പരിപാടിയൊക്കെ എന്തോ ഒരു പരിചയമുള്ള കൂട്ടാണ്. കത്തിയൊക്കെ എടുത്ത് ഞങ്ങൾ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഇത് മുറിക്കാനാന്നുള്ള പോലെ കേട്ടോ അവൾ കാണിക്കുകയൊക്കെ ചെയ്യണതേ. അപ്പം ഞങ്ങളതിങ്ങനെ പറയുമായിരുന്നു, നല്ല അറിവാണ് പിള്ളേർക്ക്, ഇപ്പോഴത്തെ മക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഭക്ഷണവും ഞങ്ങൾക്ക് വെക്കണ്ടല്ലോ. അപ്പോൾ ഫുഡ് ഇങ്ങനെ ഏൽപ്പിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങളതിൽ നിരന്നിരുന്നങ്ങ് വർത്താനം പറയുക. സത്യം പറഞ്ഞാൽ എപ്പോഴും എനിക്ക് തോന്നും ഈ ആൾ കൂടുന്ന പരിപാടിക്കൊക്കെ തന്നെ ഞങ്ങൾ മിക്കവാറും ഫുഡ് ഏൽപ്പിക്കുകയുള്ളൂ ആൾ കൂടുമ്പോൾ. കാരണം ഞങ്ങൾക്ക് ഈ വർത്താനം പറഞ്ഞങ്ങ് ഇരിക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കൊന്നും പറ്റൂല. വെക്കലും വിളമ്പലും കൊടുക്കലും ഒക്കെ ആയിട്ടൊരു നടത്തിയിരിക്കും. ഞങ്ങൾ ടൂറ് പോയ സമയത്ത് പോലും അതെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി. നമുക്ക് ചേച്ചി ഇത് മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ കൊടുത്തത് പിടിപ്പിക്കുകയാണ്. ആ നേരത്തെ അവിടെ ഒരൊറ്റ ഒച്ചടൽ, മിക്കൂസുകാരനോട് ഒറ്റയ്ക്ക് മുറിച്ചോളാന്നുള്ള എന്തോ ആണ് കേട്ടോ ചിന്തേ. അപ്പം മുറിക്കുന്ന നേരത്തെ എല്ലാവരും കൈകൊട്ടുകയും ഹാപ്പി ബർത്ത്ഡേ ടു യുന്ന് പാടുകയൊക്കെ ചെയ്തപ്പോൾ അവൾ മുറിക്കുന്നിടത്തുനിന്ന് ഇവിടെ ശ്രദ്ധ മാറിപ്പോയി. പിന്നെ ഈ പാടുകയും കൈകൊട്ടുകയും ചെയ്യുന്നിടത്തേക്കാണ് ശ്രദ്ധ കേട്ടോ. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തോളാന്നുള്ളൊരു ഭാവമാണ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ രസമായിരുന്നു. ഞങ്ങളതൊക്കെ പറഞ്ഞേ കുട്ടിയുടെ ഓരോ കാര്യങ്ങളേ. പിന്നെ വീട്ടിലുള്ള എല്ലാ മക്കളെയും സംബന്ധിച്ച് മക്കളാണ് കേട്ടോ എല്ലാവർക്കും ആഘോഷമുള്ളപ്പോഴും ഇരട്ടി ആഘോഷമായിട്ടാണ് കുട്ടികളെല്ലാവരും കൂടുന്നതും. ഇപ്പം മിക്കുവിൻ്റെ ചേച്ചിപ്പെണ്ണാണ് മിക്കുവിൻ്റെ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് നിൽക്കുന്നത്. എന്നുവെച്ചാൽ മിക്കൂസിന് അതൊന്നും വെക്കാൻ താല്പര്യമില്ല. ഇവിടെ കിരീടം തന്നെ എങ്ങനെയാണാവോ, ഇടയ്ക്കൊക്കെ അത് വലിച്ചു പറിച്ചൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾ സെറ്റിനാണ് ആഘോഷങ്ങളൊക്കെ. പിന്നെ കൂടെ നമ്മളും രസമായിട്ട് ഇപ്പം നമ്മളിങ്ങനെ പണ്ടത്തെ പോലെയല്ലല്ലോ. ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ വളരെ കാര്യമായിട്ട് ആഘോഷിക്കും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാ മക്കളുടെയും പിറന്നാളൊക്കെ ആഘോഷിക്കുമായിരുന്നു കേട്ടോ. ഇത്ര പഴയ കുട്ടിയെ സമയമാണ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കാതിരുന്നിട്ടൊന്നുമില്ല. ഞങ്ങളും ആഘോഷിച്ചിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും ഗിഫ്റ്റ് വാങ്ങി, കണ്ണനും ചിക്കും ഗിഫ്റ്റ് വാങ്ങി കേട്ടോ. എപ്പോഴും ഒന്ന് നമ്മളെന്തേലും ഒന്ന് വാങ്ങി കൊടുക്കുമല്ലോ. എന്തേലും ഒരു ഇതൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോഴേ വാങ്ങുള്ളൂ.
പിന്നെ എന്തെങ്കിലും കളിപ്പാട്ടമൊക്കെ അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ അല്ലേ എന്തെങ്കിലും ചെയ്യുള്ളൂ. ഞങ്ങളതൊക്കെ വാങ്ങി ഇപ്പോൾ ഇതെല്ലാവരും ഇതൊക്കെ കൊടുത്തിട്ടൊരു അത്ഭുതം പോലെയോ അതിശയം പോലെയൊക്കെ അമ്മയൊക്കെ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു, കൂട്ടം കുടുംബം എല്ലാ ആൾക്കാരും. കുറേ ഫോട്ടോസ് ശരിക്കും കേക്ക് മുറിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ എന്താ വെച്ചാൽ കുഞ്ഞ് വഴക്കുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് 6 മണിക്ക് തന്നെ കേക്ക് മുറിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നേരത്തെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. 6 മണിക്ക് മുറിച്ചില്ല, 7 മണിക്കൊക്കെ മുറിച്ചുള്ളൂ. പക്ഷെ എല്ലാവരും വേഗം എത്താനാട്ടോ അങ്ങനെ പറഞ്ഞതേ. അപ്പോൾ എല്ലാവരും എത്തും ചേരും, അങ്ങനെ നേരം വൈകിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ വേഗം പോകും വേണം. ഞങ്ങൾക്ക് 9:30ക്ക് കണ്ണന് നൈറ്റാണ്. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴേക്ക് 8:45 ആകുമ്പോഴേക്കെങ്കിലും ഇവിടുന്ന് പോകണം. പരീതിക്കൊക്കെ ഞങ്ങൾ ഒരുങ്ങുക, അതിനനുസരിച്ചൊക്കെ റെഡി ആവുകയൊക്കെയാണ്. എല്ലാവരും അതെ കേട്ടോ, കണ്ണന് നൈറ്റ് ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് എല്ലാവരും അവിടെ. ഞങ്ങൾ ആടെ തന്നെ ഫുഡ് കഴിച്ച് പോകാനൊരുങ്ങുകയൊക്കെയാണ്. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അമ്മയുടെ അടുത്ത് പോയതാട്ടോ. എൻ്റെ അമ്മയാണിത്. അമ്മയ്ക്കിപ്പോൾ കുറേ നേരം ഇങ്ങനെ എടുത്തുകൊണ്ട് പിടിച്ച് നിൽക്കാൻ കഴിയില്ല, കൈക്ക് ബലക്കുറവുണ്ട്. അപ്പോൾ കയ്യിൽ നിന്നെങ്ങാനും ഒന്ന് കുഞ്ഞു തെന്നിപ്പോയാലോ, അപ്പോൾ ടേബിളിൽ ഇരുത്തി അങ്ങനെ കളിപ്പിക്കുകയാണ്. അവർ ഭയങ്കര കളിക്കൂട്ടുകാരാണ്. അമ്മയുടെ കൂടെ അങ്ങനെ എത്ര നേരം വേണേലും തറയിലിരുന്ന് കളിപ്പാട്ട് ഇട്ട് കൊടുത്ത് അവളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അങ്ങനെ കളിക്കും കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവൾ ചാടിപ്പോയതാട്ടോ അമ്മയുടെ അടുത്തോട്ടേ. അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും പിടിച്ച് വലിച്ചെടുക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കുഞ്ഞിന് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യം പോലെ ഉണ്ട്, ഒരു ബഹളവും. ഇങ്ങനെ കണ്ടമാൻ ആൾ എടുത്ത് കളിപ്പിക്കാൻ നോക്കുമ്പോൾ ദേഷ്യം വരികയാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ഇട്ട് പോയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ അച്ഛന്മാരൊക്കെ എടുത്തുകൊണ്ട് കിടന്ന് കളിപ്പിക്കുകയല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് അതങ്ങനെ കുത്തി വിളമ്പാൻ തുടങ്ങിയുള്ളൂ. വിളമ്പുന്ന സാധനമൊക്കെ നമ്മുടെ ടീമുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഉള്ളിൽ കൂടെയൊക്കെ അങ്ങോട്ടുള്ള ടേബിളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ ഇരിക്കുക. ഇത് അഞ്ജുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അഞ്ജുവിൻ്റെ ചേച്ചിയൊക്കെ ഇപ്പോഴാണ് എത്തുന്നത്. അഞ്ജു എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വലിയ മരുമകളാണ്. ഇതാണ് കേട്ടോ അഞ്ജു ഈ നിൽക്കുന്നത്, മിക്കുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അവർ 3 പെൺകുട്ടികളാണ്. അവരെല്ലാവരും ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഒരു ടീമിൻ്റെ ഫോട്ടോ എടുപ്പും ഒക്കെയാണ്. അവർ പോത്തുകല്ലിൽ നിന്ന് വരണം. അപ്പോൾ അവരെത്താൻ കുറച്ച് വൈകി, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, കേക്ക് മുറിച്ചോന്നൊക്കെ അവർ പറഞ്ഞിട്ടാട്ടോ കേക്കൊക്കെ മുറിക്കുന്നത്. അപ്പോൾ ഇതാണ് അഞ്ജുവിൻ്റെ ആ ഫാമിലി കേട്ടോ. അമ്മയില്ല, അമ്മ പിന്നെ അമ്മയുടെ വീട്ടിൽ വിരുന്ന് പോയിരിക്കുകയാണ്. അവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തോ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊണ്ട് അവർ ചേട്ടത്തിയനിയത്തിമാരൊക്കെ കൂടുതൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പിന്നെ ആദ്യം തിങ്കളാഴ്ചയായിരുന്നല്ലോ പിറന്നാൾ, ശരിക്കും തിങ്കളാഴ്ചയാണ് പിറന്നാൾ. അപ്പോൾ അന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. കണ്ടോ വേറൊരു ഉടുപ്പ് മിക്കൂന് മാറിയിട്ട് കേട്ടോ. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇടാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ആങ്ങളെ വിളിക്കുകയാണേ. ഞാൻ പറഞ്ഞല്ലോ ഒരു വിളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊരു വിഷമത്തിലുമാണ്. അപ്പോൾ അതിനിടെ കൂടെയൊക്കെ വിളിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ്. ഇപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സുന്ദരിക്കൊലയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഴുക്കുമ്പോൾ ഇനി ഞങ്ങൾക്ക് വരാനുള്ളതാണ്. അണിയറയിൽ ഇതൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ ചോറെടുത്തു, ഞങ്ങളൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം കേട്ടോ. താങ്ക് യു.